നമ്മുടെ മക്കൾക്ക് നമ്മോട് സംസാരിക്കാനൊക്കെ ഒരുപാട് പറയാനുണ്ട് നമ്മോട്. മക്കളുടെ കൂടെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ വാപ്പക്ക് നേരമില്ല, ബിസിനസ്സിലെ തിരക്കാണ്, അത് ഇന്ന മീറ്റിങ്ങുകളാണ്, ബിസിനസ് കഴിഞ്ഞ് വന്ന രാത്രി മീറ്റിങ്ങുകളാണ്, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ്. മക്കളുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാനില്ല. എന്നാൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ അവന് പറയാനുള്ളത് അത് മക്കൾക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്. ഈ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് കൂടെ ഇരിക്കാൻ പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല. അത് ബിസിനസ്സിലെ തിരക്കാണ്. എത്ര തിരക്ക് പിടിച്ച സമയം അതിപ്പോ നിന്റെ കൂടെ ചെലവഴിക്കാനില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കളുടെ കൂടെ ക്വാളിറ്റിയുള്ള സമയം ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയുക. മക്കൾ ടൂറ് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എത്ര വേണമെന്ന് ചോദിച്ച് 1000 എടുത്തു കൊടുക്കുന്നതിനപ്പുറത്ത് ആ മക്കളെ കൂട്ടി, കുടുംബത്തെ കൂട്ടി, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു ദിവസം ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് എന്തേ നമ്മൾ ആലോചിക്കാത്തത്? എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാ? എല്ലാം അടിച്ചുപൊളി ഒരു ടൂർ പോകണമെന്നല്ല, കഴിവിനനുസരിച്ച് പടച്ച റബ്ബിന്റെ ഈ ദുനിയാവിലെ അത്ഭുതങ്ങളെ കുറിച്ച്, പടച്ച റബ്ബിന്റെ നിർമ്മിതികളെ കുറിച്ച് നമ്മുടെ മക്കളെയും കുടുംബത്തെയും കൂട്ടി എവിടെയെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു സായാഹ്നത്തിൽ ഒരു ബീച്ചിൽ പോയി ആ കടലിനെ നോക്കി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെന്താ കഴിയാത്തത്? നമ്മുടെ ബിസിനസ് ആണോ തടസ്സം? ഈ ബിസിനസ്സുമായി പരലോകത്ത് എന്ത് കിട്ടുമെന്ന മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു, ചെലവിന് കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ കൂടെ ഒന്നൊഴിഞ്ഞിരിക്കാൻ, അവരെ കേൾക്കാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ പ്രിയപ്പെട്ടവരെ സമയം നമ്മൾ കണ്ടെത്തണമെന്നാണ്. അതേപോലെ മക്കൾക്ക് ഈ വെക്കേഷൻ സമയം എങ്ങനെ ചെലവഴിക്കും എന്നെങ്കിലും ചോദിച്ച എത്ര രക്ഷിതാക്കളുണ്ട്? അതൊക്കെ ഒന്ന് ചോദിച്ച് അവരെ ടൈം മാനേജ്മെന്റിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഇസ്ലാമികപരമായ ചിലതൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാൻ. അത് സുബൈ കഴിഞ്ഞിട്ട് 9 മണി വരെ കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാത്രി കൂട്ടുകാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു, പിന്നീട് എപ്പോഴെങ്കിലും വന്നു കയറുന്നു എന്ന ടൈം ടേബിൾ മാറ്റി ദീനീപരമായത് ചിലതൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.